ഹൈമാവതി കൃഷി വ്ലോഗ് യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഇനിയിപ്പോൾ നേരെ കാണിക്കാൻ പോകുന്നത് വെച്ചാൽ ഞാനൊരു വാഴത്തട കൊണ്ടിട്ട് എങ്ങനെയാണ് അത് കൊത്തിയിട്ട് അരച്ചിട്ടിട്ട് നിങ്ങൾക്ക് അത് ഉണക്കിയിട്ട് എങ്ങനെയാണ് നടാനാക്കുന്നതെന്നുള്ളത് ഒന്ന് നിങ്ങൾക്ക് കാണിച്ചു തരാം. ഒന്ന് ഞാൻ എടുത്തിട്ട് ഇവിടെ കൊണ്ടിട്ട് ഞാനവിടെ കൊത്തി വെച്ച് അവിടെ കൊണ്ടിട്ടിട്ടുണ്ട്. അത് ഞാൻ ഇങ്ങോട്ട് ഇട്ട് കൊണ്ടിട്ട് ഞാൻ കാണിച്ചു തരാം. അങ്ങ് താഴെ ആടിയായിരുന്നു, അത് ഞാൻ പോയി കൊത്തി മുട്ടിട്ട് വെച്ചിട്ട് കൊണ്ടുവന്നു. ഇതിങ്ങനെ എടുത്ത് കൊണ്ടുവന്നിട്ട് ഇതിങ്ങനെ തറച്ചിട്ട് ഉണങ്ങിയിട്ട് ഉണങ്ങണം. ഉണങ്ങിക്കഴിഞ്ഞാൽ മാത്രമേ അതിൻ്റെ ഇല്ലെങ്കിൽ എന്തെങ്കിലും അണുക്കളോ കാര്യങ്ങളോ എന്തെങ്കിലും മേലെ വെള്ളമെല്ലാം വെഞ്ഞ് കിട്ടണം, എന്നാലും മാത്രമേ അല്ലെങ്കിൽ കൂടുതൽ വെള്ളമായി പോവും. ഇതിപ്പോൾ ഇങ്ങനെ തറച്ചിട്ടിട്ട് ആണ് ഞാനിപ്പം എടുക്കുന്നത്. ഇനിയിപ്പോൾ ഒന്നും കൂടി ഉണ്ട്, അത് വെച്ചിട്ട് വെച്ചാൽ ഇതെല്ലാം നിങ്ങൾക്ക് കാണിച്ചു തരാമെന്ന് വെച്ചാൽ ഇങ്ങനെയാണ് കൊണ്ടുവരുന്നതെന്നുള്ളത് നിങ്ങൾക്ക് കാണിച്ചു തരാമെന്ന് വിചാരിച്ചില്ല. എൻ്റെ കഷ്ടപ്പാട് നിങ്ങൾക്ക് മനസ്സിലാകണമല്ലോ. ഞാൻ ഇങ്ങനെ കഷ്ടപ്പെട്ടിട്ടാണ് വീഡിയോ എടുത്തിരുന്നത്, പക്ഷെ ആരും അത് കാണാനുള്ള മനസ്സ് കാണിക്കുന്നില്ല. അതുകൊണ്ടാണ് ഞാൻ നിങ്ങൾ ഇത് കാണിക്കാൻ കാരണം. ഇങ്ങനെയെല്ലാം കഷ്ടപ്പെട്ട ഒരാളില്ലാതെയുള്ള ഞാൻ ഒറ്റക്കാണ് ഇതെല്ലാം ചെയ്യുന്നത്. അപ്പോൾ എന്നെ നിങ്ങൾ സഹായിക്കണം എന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ ഈ ചെയ്യാൻ നിൽക്കുന്നത്. ഒന്നും കിട്ടാതെ ഒരു അവസ്ഥയിൽ വരുമ്പോൾ നമ്മളെന്താ ചെയ്യുക? അതാണ്. ഇതിപ്പോൾ ഇനിയിപ്പോൾ എന്താ പറയുക വെച്ചാൽ ഇനിയിപ്പോൾ ഞാനിപ്പം ആ കുട്ടേമ്മിൽ വെച്ചിട്ടാണ് തരിക്കുക. ആ കുട്ടേമ്മലാണ് വെച്ചിട്ട് തരിക്കുക. ഞാൻ ഇവിടെ ഇങ്ങോട്ട് ഇട്ട് വെക്കട്ടെ. ഇപ്പോൾ കണ്ടില്ലേ, കുട്ടേമ്മലെടുത്ത് വെച്ചിട്ട് തരിക്കും. ഞാൻ സൂവിലിട്ട് വെക്കാം, എനിക്ക് മണങ്ങളുടെ എല്ലാം നല്ലത്. കണ്ടില്ലേ, ഇതിപ്പോൾ ഞാൻ തരിക്കുന്ന നിങ്ങൾക്ക് കാണിച്ചു തരാമല്ലോ. കണ്ടില്ലേ, ഇതുപോലെ വെച്ചിട്ട് ഇങ്ങനെ തരിക്കുക, ഇങ്ങനെ തരിക്കുക. നമുക്ക് കുറച്ച് എളുപ്പം ജാസ്തി കിട്ടും. ഇതങ്ങ് ഉണങ്ങി ഇതിൻ്റെ വേല് വെള്ളം തേച്ച കഴിയുന്നവരെ നല്ല ശരിക്കും ഉണങ്ങി കിട്ടിക്കഴിഞ്ഞാണ്ടല്ല നല്ലൊരു വളമാണ്. അതിനാണ് വേലിനിടുന്നത്. വേലിനിട്ട് ഉണങ്ങിക്കഴിഞ്ഞാൽ നല്ല ഒരു വളമായി കിട്ടും. നല്ല അധികം വെയിറ്റും ഉണ്ടാവില്ല. അല്ലെങ്കിൽ ഇത് അമീന്ന് മാത്രമല്ല, അതിൻ്റെ അകത്ത് വെള്ളം നിറയും, അടിയിൽ നനവുണ്ടാവും കൂടുതൽ. അതുകൊണ്ട് അത് വേണ്ടാന്ന് വെച്ചിട്ടാണ് ഉണക്കുന്നത്. ഇല്ലേ, ഇതുപോലെയാണ് തറച്ചിട്ടിട്ടത്. ഇതെല്ലാം വാഴ തട മാത്രമല്ല, വാഴേൻ്റെ കയ്യും എടുക്കുക. വാഴേൻ്റെ കയ്യും ഉണ്ടാടാം. അത് ഞാൻ ഉണങ്ങാനിട്ടിട്ട്, ഉണങ്ങാനിട്ടാൽ തരിക്കേണ്ട പണിയിലെല്ലാം വെച്ചിട്ട് ഉണങ്ങാനിടുവേ. അതിൻ്റെ വാഴേൻ്റെ ഇല ഇതാകുമ്പോൾ അത് അവിടെ നിരത്തിയിട്ടിട്ട്, നിരത്തിയിട്ടാൽ വേഗം ഉണങ്ങി കിട്ടുമല്ലോ. അന്നേരം നമുക്ക് അതിൻ്റെ അകത്ത് ഇട്ട് വെച്ചാൽ മതിയല്ലോ, തരിക്കേണ്ട പണിയില്ലല്ലോ. ഇപ്പം ആകുമ്പോൾ തരിക്കണ്ടേ. ഇല്ല, ഇതേപോലെ തറച്ചിട്ട് 2-3 വാഴയും കൂടി ഉണ്ട്. ഇതിൻ്റെ 6 കൂടി ഉണ്ട്. ഇത് കൂടാണ്ട് 2 കൂടി ഉണ്ട്. അതും കൂടി എടുത്ത് കൊണ്ടുവരണം. അത് മേലോട്ട് ഉള്ളിൽ ഇത് കൊത്തിയിട്ട് എടുത്ത് കൊണ്ടുവന്നിട്ട് പണി വെക്കുന്നുണ്ട്. നിരക്കി ഇങ്ങോട്ട് എടുത്ത് കൊണ്ടുവരണം. ഉണ്ടല്ലേ, ഇതുപോലെയാണ് തറച്ചിട്ടുണ്ട്. ഇതെങ്ങനെയാണ് നിങ്ങൾ ചെയ്യാന്നുള്ളതാണ്. അതുകൊണ്ട് ഒറ്റ വാഴത്തട പോലും നിങ്ങൾ കളയാൻ പാടില്ല. വാഴത്തടിയോ വാഴൻ്റെ ഇലയോ. അതിനോടൊരാൾ ചോദിച്ചിട്ടുണ്ട് വാഴ ഇല എങ്ങനെയാണ് നറുക്കുക എന്നൊന്ന് കാണിച്ചു തരണേന്ന് പറഞ്ഞു. വാഴയില ഇങ്ങനെ തന്നെയാണ് നറുക്കുക. ഇതേപോലെ തന്നെ തറച്ചിട്ടിട്ട് ലേശം ഉണക്കിയിട്ട് അതൊക്കെ. ഇനിയിപ്പോൾ നിങ്ങൾക്ക് ഞാൻ തറച്ച് കഴിഞ്ഞിട്ട് കാണിച്ചു തരാം കേട്ടോ. അത് തറച്ച് കഴിക്കട്ടെ. ഇതിപ്പോൾ കണ്ടല്ലോ, ഇത് തറച്ച് കഴിഞ്ഞു. ഇത് കണ്ടില്ലേ, ഇത് കണ്ടല്ലോ,
ഇത്ര പോരിയിട്ട് ഒരു വാഴത്തഴ തറച്ചിട്ടതായി തറച്ചിട്ട് ഇതേപോലെ ചിക്കിയിട്ടുണ്ട്. ഇതിനിപ്പോൾ ഉണങ്ങിക്കഴിഞ്ഞാൽ ഒരു 3-4 ദിവസം ഉണങ്ങിക്കഴിഞ്ഞാൽ അതിൻ്റെ വെള്ളമെല്ലാം വെലിഞ്ഞ് കഴിഞ്ഞിട്ടാകുമ്പോൾ നമുക്കത് എടുത്ത് നടാൻ കഴിയും. ഇതുപോലെ നിങ്ങളും ചെയ്താൽ നിങ്ങൾക്കും നല്ലൊരു പിന്നെ കൃഷി ചെയ്യാൻ പറ്റും. അതുകൊണ്ട് ഒരു കാര്യം ഇതിൻ്റെ ഉണങ്ങിയ ഇലീൻ്റെ അവിടെ പച്ച ഇല തണ്ട് അടക്കം കൊത്തിയിട്ടുണ്ട്. പച്ച 2 ദിവസം കഴിയുമ്പോൾ അത് ഉണങ്ങിയിട്ടാകുമ്പോൾ ഇങ്ങനെ എടുത്തിട്ട് വരാമെന്ന് വിചാരിച്ചിട്ടാണ് അതവിടെ വെച്ചിട്ടുണ്ട്. അതവിടെ ഉണങ്ങട്ടെ. ഉണങ്ങിയിട്ടാകുമ്പോൾ മീൻ തറച്ചിട്ടുണ്ടല്ലോ, ഇപ്പം അമ്മ തറച്ചിടണം. അവിടെ തരിക്കാണ്ട് വെക്കാൻ വെച്ചിട്ടാണ് ഉണങ്ങിയ അതേപോലെ ചുറ്റിയിട്ട് നമുക്ക് വെക്കാൻ പറ്റും. അതുകൊണ്ട് ഇത് ചേമ്പ് നടാനും ചേന നടാനും ബാക്കിയുള്ള എല്ലാ കാര്യങ്ങളും ചെയ്യാനും വേണ്ടിയിട്ടുള്ളതാണ്. നിങ്ങൾക്ക് ഇന്ന് ഇത്രയേ ഉള്ളൂ. ഇന്ന് ചെറിയൊരു വീഡിയോ ആണ്. ഇത് നിങ്ങളൊന്ന് കാണിക്കാൻ വെച്ചാൽ നിങ്ങൾക്ക് എങ്ങനെയാണ് ഇത് ചെയ്യേണ്ടത് വെച്ചാൽ അതുപോലെ നിങ്ങൾ ചെയ്തോ. അതുകൊണ്ട് ഇത് കാണിക്കാൻ തന്നെയാണ്. ഇനി ഇത്രയേ ഉള്ളൂ. നാളെ വേറെ വീഡിയോ ആയിട്ട് വീണ്ടും വരുന്നവരെ നന്ദി, നമസ്കാരം. പിന്നെ എന്താ വെച്ചാൽ ഈ വീഡിയോ എല്ലാവരും കാണുക. എല്ലാവരും കണ്ടിട്ട് പിന്നെ സബ് ചെയ്യുക, പിന്നെ ലൈക്ക് ചെയ്തിട്ടാകുമ്പോൾ ഇതും കൂടി അടിക്കാനുണ്ട്. അതിൽ ഹൈപ്പ് അടിക്കാനുണ്ട്. ഹൈപ്പും കൂടി ഒന്ന് അടിച്ചിട്ട് എന്നെ ഒന്ന് നിങ്ങൾ പോയിൻ്റ് വരും, അതും കൂടി നിങ്ങളൊന്ന് സഹായിക്കണം എന്ന് എനിക്ക് പറയാനുള്ളത്. ഇന്ന് ഇത്രയേ ഉള്ളൂ. നന്ദി, നമസ്കാരം. എൻ്റെ ഹൃദയം നിറഞ്ഞ ആശംസകൾ. നന്ദി.